ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അവിയലാണ് തയ്യാറാക്കാൻ പോണത്. ഒരു പ്രോട്ടീൻ റിച്ചായൊരു അവിയലാണത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. ഇതിലേക്ക് ഞാൻ കായ എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കമാണ്, ആ വലിയ മുളകുണ്ടല്ലോ ഗ്രീൻ കളർ, അത്. ഇത് ബീൻസ്, ക്യാരറ്റ്, തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാന്ത ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇത് ബ്രോക്കോളിന് അതെടുത്തിട്ടുണ്ട്. കുറച്ച് പിന്നെ മുരിങ്ങക്കായ. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേണം, ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അത്ര തന്നെ പനീറുണ്ട്. പിന്നെ കുറച്ച് അവിയൽ വേണം, 3-4 മുട്ട വേണം, കുറച്ച് ബട്ടർ വേണം. ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാനത് തയ്യാറാക്കണത് കാണിച്ചു തരാം. ആദ്യം ഈ കഷ്ണങ്ങളെല്ലാം അതിലിടുക. അത് മുരിങ്ങക്കായ, പിന്നെ ബീൻസ്. ഇങ്ങനെ വേവ് കൂടുതലുള്ളത് വേവാൻ കുറച്ച് സമയമുള്ള കഷ്ണങ്ങളൊക്കെ ആദ്യം ഇടാം, താഴെ പോകേണ്ട വിധത്തിൽ. അത് കഴിഞ്ഞ് ക്യാരറ്റ്, ബാക്കിയെല്ലാം വേഗം വേവുന്നത് തന്നെയാണ്. പിന്നെ ബ്രോക്കോളി, ഒണിയൻ, പിന്നെ കായയിടാം. അതിൻ്റെ മേലെയായിട്ട് തക്കാളി ഇടാം. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടിട്ടാൽ മതി, ഇടേണ്ട ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഇത് വെവാനുള്ള വെള്ളം ഒഴിക്കേണ്ട വരും. അത് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് എന്താ പറയുക, ഈ ചിക്കനും ബട്ടറും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഗ്യാസ് അടപ്പൊന്ന് ചേഞ്ച് ആക്കണം, തിരിക്കാക്കണം, എന്നാലേ നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഇത് ഇതിലേക്ക് വയ്ക്കണേ. ഇതിൽ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് വേണം അത് ശരിയാക്കാനായിട്ട്. ഗ്യാസ് ചൂടാവുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. പാത്രം ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ബട്ടർ ഇടാം നമുക്ക്. ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അപ്പം ഞാൻ ഈ ചിക്കൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടുള്ളൂ, എല്ലെടുത്തിട്ടില്ല. കാരണം അവിയലിൽ എല്ലിട്ടാൽ പ്രശ്നമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടില്ല. ഇതിന് പകരം നിങ്ങൾക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ വേണമെങ്കിൽ മഷ്റൂം എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിക്കന് പകരം ചെമ്മീനോ അതോ വേറെ മീനിൻ്റെ ഫ്ലഷോ, അതായത് എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഇടേണ്ടത്. ഇത് നമുക്ക് ആദ്യം ഇത് ശരിയാക്കാം. ഇതിൽ കുറച്ചും മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ടൊന്ന് മിക്സാക്കി വെച്ചതാണ്. ഇത് പനീറിന് നീളത്തിലാക്കി മുറിച്ചതാണ്. ഇതൊരു 150 ഗ്രാം ഉണ്ട്. ഇത് വെന്തതിന് ശേഷം നമുക്ക് ആ ചിക്കൻ വറുത്തെടുക്കാം. ഇത് 2 സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ മറിച്ചിടേണ്ട വരും, ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യും. നമ്മുടെ പനീർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കാം, ഒരു പ്ലേറ്റിലേക്ക്. ഇതിൽ തന്നെ ചിക്കനൊന്നും ഇതുപോലെ വേവിച്ചെടുക്കണം. ബട്ടർ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം.
ഉരുകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. കനം കുറച്ച് അരിഞ്ഞതായി എല്ലിൻ്റെ അസുഖം. ഇതൊന്ന് മറച്ചിടണം. ഒന്ന് വേവിയാകുമ്പോൾ ഗ്യാസൊന്ന് മീഡിയം ഫ്ലെയിമിലായിട്ട് വെക്കണം. നമുക്ക് ഒരു സൈഡ് വേകുമ്പോൾ അത് മറിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ സൈഡ് വേകുമ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ശരിയായിട്ടുണ്ട്. അതിനിങ്ങോട്ട് മാറ്റാം. നമ്മുടെ വെജിറ്റബിൾ നോക്കാം. വെജിറ്റബിളെല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പം ഇതിൽ ഞാൻ ഒരു മുറി നാളികേരം, പിന്നെ ഒരു 3 സ്പൂൺ തൈര്, ഒരു 6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അതൊരു 8 എണ്ണം ഉണ്ട്. അതെല്ലാം കൂടെ ചതച്ചത്, കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകം, അതെല്ലാം കൂടെ ചതച്ചതാണ്. അപ്പോൾ നിങ്ങൾ തൈര് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ഇടാം. പുളിക്ക് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത് തൈര്. ഇതിൽ വെള്ളമൊക്കെ വറ്റി. ഇതിൽ ചുവന്ന മുളക് ഇടണ്ട, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ആ ജാറ് കഴുകിയ കുറച്ച് വെള്ളമുണ്ട്, നമ്മൾ നാളികേരം ചതച്ചത്, അത് ഇതിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ പനീറിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാജിയിലേക്ക് വെജിറ്റബിളിലേക്ക് മാത്രമുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ടൊന്ന് നോക്കേണ്ട വരും. പിന്നെ അവിയലിൽ ഉപ്പ് കുറഞ്ഞാൽ പിന്നെ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടി വേണ്ടി വരും. ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വേപ്പിലിടാം. ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഈ ചിക്കൻ വേവിച്ച് വെച്ചതിടാം, ബട്ടറിൽ വേവിച്ച് വെച്ചത്. അതിടുക. പിന്നെ നമ്മുടെ പനീർ ഇടണം. പനീർ പിന്നെ അതിലേക്കൊരു 4 മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട്. അത് ഒരു മുട്ട 2ആക്കി പൊളിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് 4ആക്കി പൊളിക്കണമെങ്കിൽ 4ആക്കി പൊളിക്കാം. അതിന് ഇതിൻ്റെ മേലെ നമുക്ക് വേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ മുട്ട വയ്ക്കാം. നാലാക്കി പൊളിച്ചാൽ അതിൻ്റെ ഉണ്ടി മുഴുവൻ പോകാൻ സാധ്യതയുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കണം, നമുക്കൊന്ന് ആവി കൊള്ളണം. അപ്പോൾ ഇതിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി. ആ വേപ്പിലയുടെ മേലെ ഒഴിച്ചാൽ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ തയ്യാറായി കഴിഞ്ഞു. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതിന് നിറയെ ഫൈബർ ഉണ്ട്. അപ്പോൾ ഇത് വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഡയറ്റിങ് ചെയ്യുന്നവർക്കും എല്ലാം നല്ലതാണ്. വേറെ ഭക്ഷണമൊന്നും കഴിക്കണ്ട, ഇത് തന്നെ കഴിച്ചാൽ മതി.
അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി കഴിച്ച് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.